ശ്രീത് പണിക്കർ, ഇവിടെ ഓമനക്കുട്ടൻ ഇവിടെ ഇവിടെ ഈ പറഞ്ഞ സെലക്ഷൻ പ്രോസസ്സിലോട്ട് പോകുന്ന ആരുടെയും അംഗീകാരമില്ലാത്ത ഇലക്ഷനിലോട്ട് പോവില്ലല്ലോ. ഇലക്ഷൻ പ്രകാരം അവിടെ ഇലക്ഷൻ ഉണ്ടാകുന്നു. അതിൽ ഓമനക്കുട്ടൻ 1-ാം സ്ഥാനത്ത് വരുന്നു, സ്മിതേഷ് എന്ന് പറയുന്നാൽ 2-ാം സ്ഥാനത്ത് വരുന്നു, സാബു എന്ന് പറയുന്നാൽ 3-ാം സ്ഥാനത്ത് വരുന്നു. സ്വാഭാവികമായും ഇതിൽ മൂന്നിൽ ഒരാളാവണമല്ലോ അവിടുത്തെ അധ്യക്ഷനാവേണ്ടത്. ഇവർ മൂന്നും മാറി. ഇപ്പം ഞാൻ പറയുന്നത് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നത് എൻ്റെ സുഹൃത്താണ്, അദ്ദേഹം നല്ല നേതാവാണ്. നമ്മുടെ തെരഞ്ഞെടുപ്പ് ചർച്ചകളൊക്കെ എന്താണ് വന്ന് BJPക്ക് വേണ്ടി നമ്മൾ വളരെ സമർത്ഥമായി സംസാരിക്കുന്ന ആളാണ്. എന്ന് പറയുമ്പോഴും 35 വയസ്സുകാരനാണ്. 35 വയസ്സുകാരൻ്റെ ഒരു എന്താണ് പ്രവർത്തന പരിചയം, പ്രായം ഒരു ഘടകമാണല്ലോ. ഇപ്പോൾ യുവാക്കൾക്ക് അവസരം കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴും പ്രായം ഒരു ഘടകമാണല്ലോ. ശ്രീത് പണിക്കർ, ഇവർ 3 പേരും അല്ലാത്ത പുതിയ ഒരാളെ അവിടെ കൊണ്ടുവെക്കുകയാണ്. ഇവിടെ മാത്രം പ്രശ്നമാണോ? ഇപ്പോൾ തൃശ്ശൂർ കെ അനീഷ് കുമാർ എന്ന് പറയുന്ന അവിടുത്തെ BJP അധ്യക്ഷൻ, അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണം അവിടെ ഉണ്ടായിരിക്കാം. പക്ഷേ അവിടുത്തെ കമ്മിറ്റികൾ ചേർന്ന് ഇദ്ദേഹം പ്രസിഡന്റ് ആവണമെന്ന് തീരുമാനിക്കുന്നു. അനീഷ് അല്ലെങ്കിൽ ഹരി എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഹരി എന്ന് പറയുന്ന ആൾ പ്രസിഡന്റ് ആവണം എന്ന് ആഗ്രഹിക്കുന്നു. ഇവരൊന്നും അല്ലാതെ വേറൊരു ജസ്റ്റിൻ എന്നൊരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. ശ്രീത് പണിക്കർ, ഇവിടൊക്കെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കേണ്ടവരല്ലേ? ഇവരെ ജനം അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് ആലോചിക്കണ്ടേ? അങ്ങനെ ഒരു തരത്തിൽ സമവായമില്ലാതെ ഒരാളെ വന്ന് കൊണ്ടുവന്നതാ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അത് പ്രാക്ടിക്കലാണോ ശ്രീത് പണിക്കർ? ശ്രീ ഹാഷ്മി, BJPയിൽ നമ്മളിപ്പോൾ നടക്കുന്ന പ്രോസസ്സിനെ മാധ്യമങ്ങൾ BJPയുടെ നേതാക്കന്മാരടക്കം പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്നാണ്. എല്ലായ്പ്പോഴും ആ വാക്ക് തന്നെയാണ് അവരെല്ലാവരും തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കുന്നു എന്നാണ് പറയുന്നത്. അതിന് ഇക്വലൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്ന വാക്കാണ് ഇലക്ഷൻ. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇലക്ഷൻ അല്ല, സെലക്ഷൻ ആണ് എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. ഇലക്ഷൻ ആണ് നടക്കുന്നത് എങ്കിൽ അതിനു വേണ്ടിയിട്ട് ആൾക്കാർ മുന്നിലേക്ക് വരുന്നു, അവർക്ക് യോഗ്യരായിട്ടുള്ള വോട്ടർമാരുടെ അടുത്ത് നിന്ന് വോട്ട് കിട്ടുന്നു. അതിൽ ഒന്നാമത് വരുന്ന ആളാരാണോ ആ ആൾ മാനദണ്ഡപ്രകാരം യോഗ്യതയുള്ള ആളാണ് എങ്കിൽ ആ ആൾ ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതിനു പകരം ഒരു പക്ഷേ RSSന്റെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അന്തിമ തീരുമാനമെടുത്തിരിക്കുന്നത് കേന്ദ്രമാണ്, നരേന്ദ്രമോദിയാണ്, അമിത്ഷായാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റാരോ എടുത്തിരിക്കുന്ന ഒരു തീരുമാനത്തിനെ ഈ നേരത്തെ വോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ മുകളിലേക്ക്, അവരുടെ ജില്ലാ നേതൃത്വത്തിലേക്ക് എൻഫോഴ്സ് ചെയ്താൽ അതിന് സെലക്ഷൻ എന്നേ പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇലക്ഷൻ നടക്കും എന്ന് പറഞ്ഞതിന് ശേഷം സെലക്ഷൻ നടത്തുകയാണ് എങ്കിൽ ഇലക്ഷൻ എന്ന് നിങ്ങൾ ആദ്യമേ പറഞ്ഞത് എന്തിനാണ് എന്നുള്ള ചോദ്യമുണ്ട്. നമ്മൾ ഇതിൽ തന്നെ പല ആൾക്കാർക്ക് ഇത്ര വോട്ടുകൾ കിട്ടി, ആ പ്രോസസ്സ് എന്തിനു നടത്തി എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഇനി യുവാക്കളായിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് പരിഗണിക്കുന്നത് എങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന 1, 2, 3 വന്നിരിക്കുന്ന ആൾക്കാരുടെ പ്രായം എത്രയാണ്? BJPയുടെ നിഘണ്ടു അനുസരിച്ച് ഈ പ്രായം എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ എത്രയാണ്? 35 വയസ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു ചെറുപ്പക്കാരനാണ് എന്ന് നമുക്കറിയാം. പക്ഷേ 40 വയസ്സായാലോ 45 വയസ്സായാലോ BJP അയാളെ ഒരു യുവാവ് എന്ന രീതിയിൽ തന്നെയാണോ പരിഗണിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. കാരണം മുമ്പ് പലപ്പോഴും യുവാക്കളാണ് നേതൃത്വത്തിൽ വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലാണെങ്കിലും ഇതര സംസ്ഥാനങ്ങളിലാണെങ്കിലും BJP നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും 35-നേക്കാൾ മുകളിൽ പ്രായമുള്ള ആൾക്കാർ പലരുമുണ്ട്. ആ കൂട്ടത്തിൽ 35 ഉള്ളവരുമുണ്ട്. എന്നാൽ ഇവരെ എല്ലാവരെയും തന്നെ യുവാക്കൾ എന്ന് പറയുന്ന ഒറ്റ ബ്രാക്കറ്റിലാണ് കൊണ്ടുവന്നിരുന്നത്. ഇനി സെലക്ഷൻ പ്രോസസ്സ് ആയിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ അത് അവർക്ക് പറയാമായിരുന്നു. ഞങ്ങൾ ഇത്തവണ ചെയ്യാൻ പോകുന്നത് കേന്ദ്ര നേതൃത്വം ഇടപെട്ട് തീരുമാനമെടുക്കുന്നു, അതുകൊണ്ട് തന്നെ ഇതിൽ ഗ്രൂപ്പുകളില്ല, ഇപ്പോൾ കൂടുതലായിട്ടുള്ള സംഘടനാ ജില്ലകളുണ്ട്, അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് യുവാക്കൾക്കാണ് ഇക്കുറി അവസരം എന്നാണ്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ സെലക്ഷൻ പ്രോസസ്സ് ആ രീതിയിൽ നടക്കുന്നു, ഇനി ഇലക്ഷനാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രായം 35 വയസ്സ് എന്നുള്ളതാണ് എങ്കിൽ 35 വയസ്സിൽ പ്രായമുള്ള അതേ പ്രായത്തിലുള്ള മറ്റുള്ള ആൾക്കാർക്കും ഇലക്ഷനിൽ മത്സരിക്കാമായിരുന്നു. അപ്പൊ നിങ്ങൾ പ്രഖ്യാപിക്കുകയും നിങ്ങൾ മാനദണ്ഡ പ്രകാരം ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്തതിന് ശേഷം മറ്റൊരാളിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇലക്ഷൻ ഭാഷയിൽ പറഞ്ഞാൽ അതിന് കെട്ടിയിറക്കുക എന്നാണ് പറയുന്നത്. എനിക്ക് പ്രശാന്ത് ശിവൻ എന്ന് പറയുന്ന വ്യക്തിപരമായി യാതൊരു വിധത്തിലുള്ള അകൽച്ചയോ അല്ലെങ്കിൽ അടുപ്പക്കുറവോ ഒന്നും തന്നെ ഇല്ല. അദ്ദേഹം ഒരുപക്ഷെ നല്ലൊരു നേതാവായിട്ട് വന്നേക്കാം, മികച്ച ഒരു ജില്ലാ അധ്യക്ഷനുമായേക്കാം. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജാതകം കുറിക്കാനായിട്ട് ഞാൻ മുതിരുന്നുമില്ല. പക്ഷെ ഇവിടെ പറയേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ സെലക്ഷനോട് വിമുഖതയുള്ള ആൾക്കാരോടൊപ്പമാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ അടിസ്ഥാനപരമായിട്ട് ഈ തീരുമാനമെടുത്തിരിക്കുന്നത് സംസ്ഥാന നേതൃത്വമാണെങ്കിലും അഥവാ കേന്ദ്ര നേതൃത്വമാണ് എങ്കിലും പ്രാഥമികമായി ചെയ്യേണ്ടിയിരുന്നത് അദ്ദേഹം ആരോടൊപ്പമാണോ പ്രവർത്തിക്കുന്നത് ആ ആൾക്കാരുടെ ഇടയിൽ അദ്ദേഹം അക്സെപ്റ്റബിൾ ആണോ അല്ലയോ എന്ന് ചിന്തിക്കണമായിരുന്നു. ഏറ്റവും ചുരുങ്ങിയത് കേന്ദ്രത്തിന്റെ നിർദ്ദേശം എന്ന് പറയുന്നത് യുവാക്കളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്ര നേതാക്കന്മാരുടെ തീരുമാനം ഇതാണ്, അദ്ദേഹത്തിന് നിങ്ങൾ പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുക, അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുക എന്ന് ഇവരോട് റിക്വസ്റ്റ് ചെയ്യാമായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു കാര്യം സംഘടനാപരമായിട്ട് BJPയിൽ നടന്നിട്ടില്ല എന്ന് മാത്രമാണ് ഇന്നുണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം തന്നെ തെളിയിക്കുന്നത്. അപ്പൊ ഇത് എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഒന്ന്, സംഘടനാപരമായി BJP വളർന്നിട്ടില്ല. കാരണം ഇത് കേവലം
ഒരു ജില്ലാ അടിസ്ഥാനത്തിലുള്ള പ്രശ്നമല്ല, മറിച്ച് സംസ്ഥാന നേതാക്കൾക്കും കേന്ദ്ര നേതൃത്വത്തിനും ഒക്കെ തന്നെ ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ്. രണ്ട്, പാലക്കാട് ജില്ല അല്ലെങ്കിൽ പാലക്കാട് എന്ന് പറയുന്ന നഗരസഭയാണെങ്കിൽ തന്നെ, അവിടുത്തെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ തന്നെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒന്നാണ്, പ്രത്യേകിച്ച് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. അപ്പോൾ ഏത് തീരുമാനം എടുത്തു കഴിഞ്ഞാലും അവിടുത്തെ ഭരണത്തിന്റെ സുഗമമായിട്ടുള്ള നടത്തിപ്പിനെ ബാധിക്കില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന നേതാക്കൾക്കും കേന്ദ്ര നേതാക്കൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് വിരൽ ചൂണ്ടുന്നത് ബി.ജെ.പി സംഘടനാപരമായിട്ട് വളർന്നിട്ടില്ല എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ്. ഒന്ന്. രണ്ടാമത്തേത്, പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ വളരെ കനത്ത ഒരു തിരിച്ചടിയാണ് ബി.ജെ.പിക്ക് കിട്ടിയത്. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടില്ല എന്നുള്ളത് ഒരു പ്രൈമറി റീഡിംഗ് ആണ്, ഒരു എലിമെന്ററി റീഡിംഗ് ആണ്. അവിടെ പാർട്ടിയുടെ സംഘടനാപരമായിട്ടാണെങ്കിലും സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മളോട് പറഞ്ഞത് ആരൊക്കെയാണ്? സംസ്ഥാന നേതാക്കൾ പറഞ്ഞു, അവിടെ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി പറഞ്ഞു, അവിടെ ഉണ്ടായിരുന്ന ബി.ജെ.പിയുടെ ദേശീയ നിർവാഹക സമിതി അംഗം പറഞ്ഞു, അതേപോലെ അവിടുത്തെ നഗരസഭ അധ്യക്ഷ പറഞ്ഞു, നമ്മുടെ ഈ കേന്ദ്രത്തിൽ നിന്ന് വന്നിരിക്കുന്ന പ്രഭാരി അടക്കമുള്ള ആൾക്കാർ പറഞ്ഞു. ഇവരെല്ലാവരും പറഞ്ഞത് പ്രശ്നം പരിഹരിക്കുമെന്നാണ്. എന്തെങ്കിലും പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ പാർട്ടിക്ക് അവിടെ എന്താണ് പറ്റിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് പഠിക്കുകയും പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് അവതരിപ്പിക്കുകയും അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് അതിനെ മറികടക്കുന്നതിന് വേണ്ടുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ് അത് സ്വീകരിക്കും എന്നും പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പാളിച്ചയുണ്ടായി എന്ന് പരസ്യമായിട്ട് പാലക്കാട് നഗരസഭാ അധ്യക്ഷയും ബി.ജെ.പിയുടെ ദേശീയ കൗൺസിൽ അംഗമടക്കമുള്ള ആൾക്കാർ പറഞ്ഞതിന് ശേഷവും അതിനെ ഉൾക്കൊള്ളാനോ കേൾക്കാനോ വിമർശനാത്മകമായിട്ട് അതിനെ സ്വീകരിക്കാനോ ആവശ്യമായ തിരുത്തലുകൾ വേണമെങ്കിൽ അത് നടത്താനോ പാർട്ടിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, ഈ നേതാക്കളുടെ പരസ്യ പ്രതികരണം എന്ന് പറയുന്നത് പാർട്ടിയുടെ അച്ചടക്കത്തിന് വിരുദ്ധമായിരുന്നുവെങ്കിൽ ഇതിനോടകം തന്നെ പാർട്ടിയുടെ സംസ്ഥാന നേതാക്കളും കേന്ദ്ര നേതാക്കളും ഇവരോട് സംസാരിക്കുകയും ഇത്തരത്തിലുള്ള പരസ്യ പ്രതികരണം പാർട്ടിയുടെ പ്രതിച്ഛായ വളർത്തുകയല്ല തളർത്തുകയാണ്, അതുകൊണ്ട് ഇനിമേലിൽ ഇങ്ങനെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യണമായിരുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപക്ഷെ ഇഫക്റ്റീവായിട്ട് അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ, കേന്ദ്രത്തിന്റെ തീരുമാനമാണ് എന്നത് കൺവിൻസിംഗ് ആയിരുന്നുവെങ്കിൽ ഇന്ന് ഈ വിമത സ്വരം ഉയർത്തുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് മീറ്റിംഗ് കൂടുകയും ഒരുപക്ഷെ രാജിയിലേക്കടക്കം പോയേക്കാം എന്ന രീതിയിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമായിരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിലുള്ള മറ്റു പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളിൽ, കോൺഗ്രസിൽ നിന്ന് CPM-ൽ നിന്ന് ബി.ജെ.പിക്കുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം, പാർട്ടിയെ പറ്റിയുള്ള എന്തെങ്കിലും പോരായ്മകളെ പറ്റി ആരെങ്കിലും വിമർശനാത്മകമായി സംസാരിച്ചാൽ അതിനെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടിയിട്ട് ഈ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനോ കേന്ദ്രത്തിൽ നിന്നുള്ള നിരീക്ഷകനോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്നുള്ള നേതൃത്വത്തിനോ സാധിക്കുന്നില്ല, അതിനുള്ള സഹിഷ്ണുതയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ അതിനുശേഷം നടക്കുന്ന എന്താണ്? ആ സഹിഷ്ണുതയില്ലായ്മയുടെ ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു കാര്യം നോക്കൂ. നിങ്ങൾക്ക് ഇങ്ങനെ ഉൾപാർട്ടി ജനാധിപത്യം അല്ലെങ്കിൽ ഉൾപാർട്ടി ഫോറങ്ങളിൽ സംസാരിക്കാം, പുറത്തു പറയുന്നത് ശരിയായ പ്രവണതയല്ല എന്ന് വേണമെങ്കിൽ പറയാം. അത് ഇവരോട് പറയാം, മാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് പറയാം. പക്ഷേ ഇവിടെ പറഞ്ഞത് എന്താണ്? സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് എന്താണ്? അദ്ദേഹം ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിന് തുല്യമായ രീതിയിലാണ് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കേന്ദ്ര നേതൃത്വത്തിനെതിരെ സംസാരിക്കുന്ന ആൾക്കാർ പാർട്ടിക്ക് പുറത്താണ് എന്നാണ്. എന്ന് വെച്ചാൽ ഡയലോഗ് എന്ന് പറയുന്ന, സംസാരിക്കാം എന്ന് പറയുന്ന ഒരു മാർഗം അവിടെ ഇല്ല. നിങ്ങളോട് ഇലക്ഷൻ എന്ന് പറഞ്ഞത് പ്രോമിസ് ചെയ്തതിന് ശേഷം സെലക്ഷനാണ് നടന്നിരിക്കുന്നത് എങ്കിൽ ആ കാര്യം നിങ്ങളുടെ മേൽ ഞങ്ങൾ എൻഫോഴ്സ് ചെയ്യുകയാണ്, നിങ്ങൾ അത് കേട്ടുകൊണ്ട് മിണ്ടാതിരിക്കണം, ജനാധിപത്യപരമായി ഈ പാർട്ടി പ്രവർത്തിക്കുന്നില്ല എന്നാണ് പറയുക. ഒരു ചെറിയ ഉദാഹരണം പറയാം. ബി.ജെ.പിയുടെ പല വക്താക്കളും പല ചർച്ചകളിലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, വസ്തുതയുള്ള കാര്യവും തന്നെയാണ്. നമ്മുടെ രാജ്യം സ്വതന്ത്രയാകുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് ഒരു പ്രധാനമന്ത്രി വേണം, അതുകൊണ്ട് PCCകളുടെ തീരുമാനം എന്താണ് എന്ന് ചോദിക്കുന്നു. അന്ന് പല PCCകളും പിന്തുണ നൽകിയിരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനാണ്, അദ്ദേഹത്തിനാണ് വലിയ ഭൂരിപക്ഷം കിട്ടുന്നത്, ജവഹർലാൽ നെഹ്റുവിനായിരുന്നില്ല. അതുകൊണ്ട് സർദാർ പട്ടേൽ ആയിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി വരേണ്ടത് എന്ന അഭിപ്രായമുള്ള എത്രയോ BJP വക്താക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ കൂടുതൽ വോട്ട് കിട്ടുന്നയാളാണ്, അല്ലാതെ അദ്ദേഹത്തിന് പകരം വെക്കുന്ന മറ്റൊരാളല്ല ഇവിടെ വരേണ്ടത് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ബോധ്യം ഈ BJPക്കാർക്ക് എല്ലാവർക്കും ഉണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് സംഘടനാപരമായിട്ട് BJPയുടെ പാളിച്ച, ഈ സംവിധാനത്തിനെ നേരെ ചൊവ്വെ കൊണ്ടുപോകുന്നതിന് കേന്ദ്ര നേതൃത്വത്തിലുള്ള പോരായ്മ, ഇതെല്ലാം തന്നെ നിഴലിക്കുന്നതിന്റെ ഒരു ഉദാഹരണം കൂടി അവിടെ നമുക്ക് നിഴലിച്ച് കാണാം. അത് സംഘടനാ ജനറൽ സെക്രട്ടറി എന്ന പോസ്റ്റ് സാധാരണ RSSൽ നിന്ന് നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നതാണ്. ശ്രീ സുഭാഷ് കണ്ണോത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് അതിനുശേഷം ആ സ്ഥാനം വെക്കേറ്റ് ചെയ്തതിനു ശേഷം RSSൽ നിന്ന് ഒരാളിനെ അവിടെ കൊടുത്തിട്ടില്ല. അപ്പോൾ സംഘടനാ ജനറൽ സെക്രട്ടറി ചെയ്യേണ്ടിയിരുന്ന ഈ തരത്തിലുള്ള ഏകോപനം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അവിടെ നടക്കുന്നില്ല എന്നുള്ളതാണ്.